NK പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്, പൊറോട്ടയും ബീഫ് വാങ്ങിക്കൊടുത്താണ് രണ്ട് സ്ത്രീകളെ ശബരിമല കയറ്റിയത്, പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയെന്നുള്ളത്. പുള്ളിക്കെതിരെ CPM സൈബർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പുള്ളി അതിൽ ഉറച്ചു നിൽക്കുന്നത്. എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, ആക്ടിവിസ്റ്റുകളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറ്റിയത്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ആക്ടിവിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് 18-ാം പടി ചവിട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി അത് ഓൺ ചെയ്താണല്ലോ. ഞങ്ങൾ രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ്. CPM തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത്. അവിശ്വാസികളായിട്ടുള്ള യുവതികളെ, ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ, അത് ഞാൻ പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കണം. പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പന്തളത്ത് സമ്മേളനം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല ചോദിച്ചതാണ്, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ്സുകാർ, സന്ദീപ് അടക്കമുള്ള കോൺഗ്രസ്സുകാർ ജയിലിൽ കിടന്നു, എത്ര BJPക്കാർ ജയിലിൽ കിടന്നു? അല്ല, ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം അത് ഇന്നിപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ കാലത്ത് മുഴുവൻ രാവും പകലും കഷ്ടപ്പെട്ട് എല്ലാ മർദ്ദനങ്ങളും കേസുകളൊക്കെ അനുഭവിച്ച് അതിനെ ചെറുത്തത് ഞങ്ങൾ മാത്രമാണ്. ഇതെല്ലാവരുടെയും കൺമുമ്പിലുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാരെ നല്ല കതറ് പിഴിഞ്ഞിട്ടിട്ട് പത്തനംതിട്ടയിൽ ഒരു വലിയ പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു. രാവും പകലും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിത്തല വരുന്നു, മറ്റേ സതീശൻ വരുന്നു, സുധാകരൻ വരുന്നു, ആൻ്റണി വരുന്നു. പത്തനംതിട്ടയ്ക്ക് ഇപ്പുറം എത്ര കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക്? അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വർത്തമാനമൊന്നും പറയണ്ട. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ? കാരണം അത് അവരുടെ പുനഃസംഘടനയാണ് അവർക്ക് പ്രശ്നം എന്നുള്ളതല്ലേ. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിലല്ലല്ലോ. ജാഥ നടത്തിയത് അയ്യപ്പൻ്റെ കാര്യത്തിൽ. പക്ഷേ എൻ്റെ ഗ്രൂപ്പുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുങ്ങുന്ന ജാഥ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ അവസാനം 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കേണ്ട സമയമായപ്പോൾ അയാൾ വന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വേറെ വിഷയം. SIT അന്വേഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ വിജിലൻസ് അന്വേഷിച്ച അതേ കാര്യം തന്നെയാണ് വരുന്നത്. ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ്. ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത്, എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാണ് ഇത്രയും വൈകിച്ചത്. പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിൻ്റെ കാരണം ഈ മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ മൊഴികളാണ് പറയുന്നത്. ഉന്നതന്മാരിലേക്ക് കേസ് അന്വേഷണം പോവാതിരിക്കാനുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. ഈ SIT അന്വേഷിച്ചാൽ ഒരു കാര്യവും പുറത്തു വരാൻ പോകുന്നില്ല. അല്ലത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ പറ്റിയിട്ട് സർക്കാരാണ് പറയേണ്ടത്. എനിക്ക് എന്ത് പറയാൻ പറ്റും? ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അല്ലല്ല, അത് സർക്കാർ പിന്നേണ്ട തീരുമാനങ്ങളാണ്. എനിക്ക് പറയാൻ പറ്റില്ല. അതിന് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താണ് ഒരുക്കങ്ങളെന്നുള്ളത് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു BJP നേതാവിൻ്റെ കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞേനെ. അല്ല, ആ സമയത്ത് വേറെ രീതിയിലാണ് സമരം. ഒരു പ്രാവശ്യം നടന്ന അതേ സമരം മാതൃകയല്ലല്ലോ എല്ലായ്പ്പോഴും. ഞങ്ങൾ ഫീൽഡിലുണ്ടല്ലോ. ഞങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ എന്താ പറയുക? ഞങ്ങൾ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നില്ലേ? അത് നിങ്ങളെ ടെലിവിഷൻ അഭ്രപാളികളിലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമില്ല. CPIനെ ആരാണ് ഇവിടെ ഗവനിക്കുന്നത്? CPIനെ പോലത്തെ ഒരു തട്ടിപ്പ് പാർട്ടി രാജ്യത്ത് വേറെ ഇല്ല. അവരിതിനെല്ലാം എതിർപ്പാണെന്ന് പറയും, അവസാനം അവർ കീഴടങ്ങും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ CPIക്ക് അവരുടെ നിലപാട് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. ബിനോയ് വിശ്വം ആദ്യം എല്ലാം പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന്. പിണറായി വിജയൻ AK സെൻറ്ററിലേക്ക് ഒന്ന് വിളിപ്പിക്കുമ്പോഴേക്കും അയാളെ എതിർപ്പ് തീരും. പണ്ടുണ്ടായിരുന്നു വെളിയം ഭാർഗവൻ, അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, ചന്ദ്രപ്പൻ. ഇപ്പോൾ ഒക്കെ ഉള്ളതിന് ആരും ഗൗനിക്കില്ല. CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയായി കേരളത്തിൽ ആരും ഗൗനിക്കുന്നില്ല. പിണറായി വിജയൻ ഒട്ടും ഗൗനിക്കുന്നില്ല. അതാണ് സത്യം. നേരത്തെ വെച്ച പോലെ ഈ രാഷ്ട്രപതി യാത്ര, അല്ല, അത് ഞാൻ പറഞ്ഞു.